ഹായ്, എല്ലാവർക്കും ബിച്ചീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമെത്തുന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടോ? ഇന്നിപ്പോൾ ഞാൻ കൈ വെച്ചുണ്ടായി വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് പിന്നെ നാളെ നമ്മുടെ അഖിൽക്കുട്ടൻ്റെ ബർത്ത്ഡേയാണ്. എന്നോട് രണ്ടോ മൂന്നോ ദിവസത്തിന് മുമ്പോട്ട് പറഞ്ഞ്, ചേച്ചി എന്നെ വിഷ് ചെയ്തില്ലെങ്കിൽ ഞാനിത് കരയണ്ട, ഹാപ്പി ബർത്ത്ഡേ, എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ, ഈ വർഷം നടക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കട്ടെ, നല്ലൊരു കുടുംബജീവിതം ദൈവം തരട്ടെ എന്നൊക്കെ ചേച്ചി പ്രാർത്ഥിക്കുന്നേ. ഓക്കെ, പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക. ഇന്ന് പോൾമോനും റീച്ചാനോട് ഡിമാർട്ടിലൊക്കെ പോയി ഉള്ളതെല്ലാം ചുമ്മാ കുറേ വാങ്ങി വലിച്ച് അവരുടെ ഇഷ്ടത്തിനുള്ളത്. ഇവനെയും കൊണ്ട് പോകത്തില്ല, ഇവനെയും കൊണ്ട് പോയാൽ ഇവൻ വേണ്ടാത്ത കുറേ സാധനങ്ങളൊക്കെ വലിച്ചെടുക്കും. പിന്നെ ട്യൂബ് വേണമായിരുന്നു, അപ്പോൾ അതുകൊണ്ടൊക്കെ അവിടെ ഒരാൾ പിടിക്കാൻ വേണമല്ലോ, അല്ലെങ്കിൽ റീച്ചൻ തന്നെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതിനായിരുന്നു. അതുകൊണ്ടാണ് പോയത്. അതല്ല, അവൻ തന്നെ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളതൊക്കെ അത് കാണിക്കുന്നത് കേട്ടോ. എല്ലാവരും വീഡിയോ കാണും. അയ്യോ, ഇതെടുത്തില്ലേ. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ദീതേച്ചി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, ഇനി വീഡിയോയിലോട്ട് നമുക്ക് പോകാമേ. ഇപ്പം ഞാൻ രാവിലെ ഡിമാർട്ടിൽ റീച്ചാൻ പോകാൻ രാവിലെ ബാഡ്മിൻ്റൺ കളിച്ചിട്ടൊക്കെ വന്നു. അത് കഴിഞ്ഞ് പോകാനായിട്ടിരിക്കും. അപ്പം എല്ലാം ഞാനിങ്ങനെ മൊബൈലിൽ വാട്സപ്പിൽ എഴുതി. ചില സാധനങ്ങൾക്കൊക്കെ അവിടെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. നല്ലതെന്നാലും നമ്മുടെ ഈ അടുത്ത ഈ മാർക്കറ്റ് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ കുറച്ചൊക്കെ ഡിസ്കൗണ്ട് കിട്ടും. അപ്പം ഈ സിറ്റുവേഷനിൽ ഒരു സാധനത്തിന് 10 രൂപ കുറവ് കിട്ടിയാലും നമുക്ക് അത്രയും നല്ലതല്ലേ. നമ്മുടെ ഇവിടെ അടുത്താണ്, ഒരു 15-20 മിനിറ്റ് പോയാൽ മതി ബൈക്കിൽ. അപ്പോൾ എന്തിനാ വെറുതെ അത്രയും രൂപ നമ്മൾ നമ്മുടെ ഹോൾസെയിലും പോട്ടെ നമ്മുടെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം അതനുസരിച്ച്. അതുകൊണ്ട് നമ്മൾ ചിലതൊക്കെ ആണെങ്കിൽ ഈ കോഫി പൗഡറിനൊക്കെ കടയിൽ കറക്റ്റ് റേറ്റ് അവിടെ എടുക്കും. ഇവിടെ ആണെങ്കിൽ 10-20 രൂപ ചിലപ്പോൾ കുറവ് ഡിസ്കൗണ്ടൊക്കെ കാണും. അതുകൊണ്ടാണ് പിന്നെ അവിടെ പോയത്. അപ്പോൾ നമ്മൾ ഈ സോപ്പ് പൊടിയാണെങ്കിലും എല്ലാം കംഫർട്ടാണെങ്കിലും എല്ലാം ഡിമാർട്ടിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഞാനിങ്ങനെ ഓർത്തിരിക്കുന്ന സമയത്ത് അർജൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ ഞാനൂടെ പോയാൽ പിന്നെ ഉള്ളതെല്ലാം വാരിയെടുക്കും. നമ്മുടെ സ്വഭാവം ആണല്ലോ. പാത്രങ്ങൾ കണ്ടാലും ബോട്ടിലുകൾ, ഇവിടെ വെള്ളം കുടിക്കുന്ന ബോട്ടിൽ ഒരു 4-5 എണ്ണം ഇരിപ്പുണ്ട്. നേരത്തെ പോയി വാങ്ങിക്കുന്നത് കാണുമ്പോൾ അങ്ങ് വാങ്ങിക്കും. അതുകൊണ്ട് കഴിവതും ഞാൻ പോകാറില്ല. അപ്പോൾ ബീട്രൂട്ട് ഉണ്ടായിരുന്നേ, ബീട്രൂട്ട് അതൊന്ന് തോരൻ വയ്ക്കാമെന്ന് പറഞ്ഞിരുന്നേ. അപ്പം റീച്ചാൻ കൊണ്ടുവന്നപ്പം ഫ്രിഡ്ജിൽ സ്ഥലമില്ലായിരുന്നു. അപ്പം ഞാനെന്തോ ഇതൊന്നോ ചേന, ബീട്രൂട്ട് ഇതൊക്കെ എടുത്ത് വെളിയിൽ വെച്ചു. ഒരു ദിവസം വെച്ചതേ ഉള്ളൂ. പിറ്റേ ദിവസം എടുത്തെന്നാൽ ഫ്രിഡ്ജിൽ സമയം കിട്ടുമ്പം ഞാൻ 1-2 വെജിറ്റബിൾസ്, ഇപ്പോൾ പയറോ ബീൻസോ ഇതൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ അതൊക്കെ സമയം കിട്ടുന്നതനുസരിച്ച് അങ്ങ് അരിഞ്ഞ് വെക്കും. അപ്പം നമുക്ക് ബാക്കി ഈ വെളിയിലിരിക്കുന്ന സാധനങ്ങളെടുത്ത് വെക്കാമല്ലേ. അപ്പോൾ പകൽ നല്ല ചൂടല്ലേ, ആ ചൂടിൻ്റെ ഇതുകൊണ്ട് ബീട്രൂട്ട് അങ്ങ് വാടിപ്പോയി. പിറ്റേ ദിവസം എടുത്ത് ഞാൻ വെക്കാൻ നേരം അത് വാടി. അന്നേരം ഞാൻ ചിന്തിച്ചെന്നാൽ അത് മെഴുക്ക് പുരട്ടി വെക്കാമെന്ന്. അപ്പം കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു, ഇതുകൂടെ മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മേയറിൻ്റെ പാൻ എത്ര നല്ലതായിരുന്നു. അത് കിട്ടിയതിൻ്റെ അന്ന് മുതൽ ഞാനാണെങ്കിൽ തന്നടി പിന്നടിയുള്ള എല്ലാം ഇതിൻ്റെ അകത്ത് വെച്ച് അതും ദൈവമേ എത്രമാത്രം സഹിക്കും. ഉള്ള ചൂടെല്ലാം കൊണ്ട് അതിൻ്റെ നടുവശം ഇപ്പോൾ ഇച്ചിരി ഒന്ന് അടുക്കി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം നമ്മൾ ഇടുമ്പോഴേ പെട്ടെന്നല്ല, കുറേ നേരം ഈ വെണ്ടയ്ക്കാക്കി ആകുമ്പം കുറച്ച് നേരം കിടക്കണ്ടേ, അതുകൊണ്ട് അങ്ങനെ ആകുമ്പം അത് ഇത്തിരി പാവത്താൻ കിട്ടിയപ്പോൾ തൊട്ട് അതിനെ ചൂടിട്ടടിപ്പിക്കുമല്ലേ, അങ്ങനെ അതൊന്ന് പന്നലായത് അടുക്കി പിടിക്കാൻ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നാളി ചട്ടിയിൽ വെച്ചത്. അപ്പോൾ റീച്ചാനിപ്പം പോയിട്ട് വന്നുണ്ടേ. ഞാൻ പറഞ്ഞില്ലേ എനിക്കിത്തിരി ബ്ലഡൊക്കെ കുറവാണ്. അതുകൊണ്ട് ഇങ്ങനെ ഈ മാസം ആകുമ്പം റീച്ച അതിനും പൊട്ട് ഈ കൊണ്ടുവരും. അന്നേരം ഒന്നും നമ്മൾ കൊണ്ടുവരുന്നതും ആ 2 ദിവസം ഉഷാറായിട്ട് ഞാനെടുത്ത് മാതള നാരങ്ങ കഴിക്കും. അന്ന് കൊണ്ടുവന്നത് ഇപ്പോഴും ഇരിപ്പുണ്ട്, ബാക്കി എടുത്തില്ല. അപ്പോൾ മാതള നാരങ്ങ, ഓറഞ്ച്, ഇപ്പോൾ ഓറഞ്ചിൻ്റെയൊക്കെ സീസണാണ്. ഇവിടെ സീസൺ അനുസരിച്ച് നമുക്ക് ഈ ഫ്രൂട്ട്സൊക്കെ കിട്ടുന്നതുകൊണ്ട് നല്ലതാണ്. മാതള നാരങ്ങ 180,
ആപ്പിൾ വാങ്ങിച്ച്. ആപ്പിൾ 160. നല്ല ആപ്പിളായിരുന്നു, പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നത്. ചില ആപ്പിൾ ഇവന്മാർക്ക് ഞാൻ പറഞ്ഞില്ലേ നല്ല മണമുള്ള ചില ഒരു സൈസ് ടേസ്റ്റുള്ളൊരു ആപ്പിളുണ്ട്, അത് എനിക്കിഷ്ടമായി, ഇവന്മാർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ആപ്പിള്, ഓറഞ്ച് എത്ര 70 രൂപയോ അങ്ങാണ്ടായിരുന്നു 1 കിലോ. അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് അന്നും തിന്ന് ഞാനൊരു മാതള നാരങ്ങ, പിന്നെ പിറ്റേന്ന് പിന്നെ കൊച്ചുങ്ങൾക്കൊക്കെ അങ്ങ് കൊടുക്കും. അപ്പോൾ എന്നോട് വന്നോണ്ട് ചോദിക്കും, ഇത് കഴിച്ചോന്ന് ചോദിക്കും. കാരണം ഇതൊക്കെ നാച്ചുറലായിട്ട് ഇതൊക്കെ കഴിക്കുമ്പം ബ്ലഡ് വെക്കുന്നതല്ലേ കൂടുതൽ നല്ലത്. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് എടുത്ത് വെക്കട്ടെ. ഞാനിപ്പം ഈ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാണിച്ചതേ ഉള്ളൂ. ആപ്പിൾ ഞാൻ ഇനി എടുത്തങ്ങ് വിനാഗിരി ഉപ്പും ഒക്കെ ഇട്ട് കുറച്ച് നേരം വെള്ളത്തിയിടും. അപ്പം ഞാനിതെല്ലാം ഒന്ന് എടുത്ത് വെച്ചോണ്ട് ഓറഞ്ച് ഒന്ന് നോക്കി മധുരമാണോന്ന് പറഞ്ഞാൽ പൊളിച്ച് നോക്കിയോണ്ടേ നല്ല മധുരമുണ്ട്. അപ്പോൾ റേച്ചാൻ ഇവിടെ ഉണ്ടായിരുന്നു. റേച്ച ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു. അപ്പോൾ പണ്ടൊക്കെ നമ്മളില്ല ഓറഞ്ച് തൊലി എടുത്ത് കണ്ണി പീച്ചത്തില്ലായിരുന്നു. റേച്ചാൻ്റെ കൊച്ചുകൾ ഇപ്പോഴും മാറിയിട്ടില്ല. ഈ പ്രൈസം പാവം കൊച്ചിന് അറിയത്തില്ലായിരുന്നു. റേച്ചാൻ അവൻ്റെ കണ്ണിൻ്റെ അവിടോട്ട് കൊണ്ടുവന്നിട്ട് അവൻ പറഞ്ഞ് പിന്നെ ഇടെന്ന് പറഞ്ഞ് റേച്ചാൻ ഒരു പീച്ച് കൊടുത്ത്. അന്നേരം അവൻ ഞെട്ടി, അയ്യോ ഒരു വല്ലാത്ത, എൻ്റെ അടുത്ത് പറയാം, അയ്യോ ഒരു വല്ലാത്ത ഫീലിങ് മമ്മി, ആ കൊച്ചൻ അറിയത്തേ ഇല്ലായിരുന്നു. ഇവൻ അറിയത്തില്ല ഇത് കഷ്ടം. ഈ നാരങ്ങത്തോട് കൊണ്ട് പണ്ട് നമ്മളിങ്ങനെ കണ്ണി ഒഴിക്കും, പ്രൈസൻ പോളെ ഇനി വേണ്ട, കണ്ണ് പീച്ച് ഒഴിക്കത്തില്ലേ. അപ്പം റേച്ച അത് പിടിച്ചിക്കൊണ്ട് ഇവനോട് ചോദിച്ച് ഇങ്ങനെ ഇവൻ്റെ കണ്ണിൻ്റെ അവിടെ പോയി. അവൻ പറഞ്ഞു ഇട് ഇവൻ അറിയത്തില്ലായിരുന്നു. റേച്ചൻ പീച്ചി കൊടുത്ത് പാവം നോക്കട്ടെ. ഇപ്പോഴാണ് ഇവന് ഐഡിയ മനസ്സിലായത്. ഞാൻ ചോദിച്ചാൽ എന്തോ ചോദിക്കടാ, അറിയത്തില്ല എന്തോ വേദന പോലെന്ന്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെ ഇത് പ്രശ്നം ഉണ്ടാക്കല്ലേ. എടാ പോയി തലയിരിക്കാത്. പണ്ടൊക്കെ നമ്മുടെ സ്ഥിരം പരിപാടി ഇതായിരുന്നു. പിന്നെ ഓറഞ്ച് തൊലി വീട്ടിൽ ഓറഞ്ച് കഴിക്കുവാണെങ്കിൽ കഴിച്ചിട്ട് അത് ബാഗിലിട്ടുകൊണ്ട് സ്കൂളിൽ പോവും. എന്നിട്ട് ഇതായിരുന്നു പരിപാടി. പക്ഷേ ഇവനാണെങ്കിൽ ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇന്നിപ്പം റേച്ചൻ കഴിച്ചിട്ട് ആ തൊലി ഇവിടെ വെച്ചോണ്ടേ അവൻ ഇങ്ങോട്ട് വന്നോണ്ടേ ഇങ്ങനെ പീച്ചാനായിട്ട് പീച്ചിയില്ല, ഇങ്ങനെ നിന്ന്. ഇവൻ പറഞ്ഞ് ഇട്. റേച്ചാൻ ചിന്തിച്ച് ഇവൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന്. അന്നേരം ആ കൊച്ചനറിയുന്നത്, റേച്ചാൻ അങ്ങോട്ട് ഒഴിച്ചതുമല്ല ഇവൻ ഒന്നൊരാൾക്ക്. അവനെന്നിട്ട് പുറുത്തോണ്ട് പോയി. അപ്പം ഞാൻ തൈരൊന്ന് ഉടച്ച് വെച്ചായിരുന്നു മോര് കറിക്ക്. അപ്പം ഇതൊക്കെയൊന്ന് കടുകൊക്കെ ഒന്ന് വറുത്ത് ചേർത്തിട്ടുണ്ടേ. ചില സമയത്ത് വാക്കുകൾ ഇങ്ങോട്ട് വരുന്നില്ല. അപ്പം നേരത്തെ വെട്ടി വെച്ച ഇച്ചിരി മത്തിയും ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനിതിൽ കുറച്ച് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വെച്ചോണ്ട് സ്റ്റാൻഡേലല്ല കയ്യിൽ പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഇങ്ങനെ കിടന്ന് വെട്ടുന്നത്. അപ്പം മിക്സിയുടെ ജാറിൽ ഞാൻ കുറച്ച് കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു സവാളയും, കൊച്ചുള്ളി കുറച്ചേ ഉള്ളൂ, പിന്നെ ഒരു സവാള ഇട്ട്, പിന്നെ അരയ്ക്കാനായിട്ട് ഇത്തിരി പച്ചമുളകും ചേർത്തിട്ടുണ്ട്. 2-3 അല്ലി വെളുത്തുള്ളി ഇട്ടു. എന്നിട്ട് ആ അരപ്പൊക്കെ ഒന്ന് അരച്ചിട്ട് ഞാൻ ഇതിൻ്റെ ചട്ടിയിലിട്ടു. അതിലേക്ക് കുറച്ച് പച്ചമുളക് കീറിയത്, ഒരു ഇച്ചിരി ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുടംപുളിയും കൂടെ ഇട്ടിട്ട് ഇച്ചിരി ആവശ്യത്തിന് ഉപ്പും ഉലുവാപ്പൊടിയും എല്ലാം ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മീനൂടെ പറക്കിയിട്ട് കൊടുക്കും. അപ്പം പ്രൈസം മോന് ഓൺലൈൻ ക്ലാസ് നടക്കുക. അവനൊരു 12:45 തുടങ്ങും. പിന്നെ അറ്റൻഡൻസ് എല്ലാം എടുത്ത് വരുമ്പോൾ കുറച്ച് സമയമാവും. അതുകൊണ്ട് നമുക്ക് ഈ രാവിലത്തെ ടിഫിൻ കൊടുപ്പ് മെനക്കേടില്ല. വീട്ടിലായതുകൊണ്ട് എപ്പോഴാണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോയി ഹൈ വെച്ച് കൊടുത്താലും മതി. ഇടയ്ക്ക് അവർക്ക് ബ്രേക്ക്, അവരുടെ സമയം ബ്രേക്ക് എന്ന് പറയുന്നത് 2:30 തൊട്ട് 3 മണി വരെയാണെന്ന് തോന്നുന്നു. അങ്ങനെ. അപ്പോൾ അതിന് മുമ്പിട്ട് വേണമെങ്കിൽ കൊടുത്തിരുത്താം, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെയൊക്കെ അതുകൊണ്ട് ടെൻഷനില്ല. ആ കട്ടിലയിലിരിക്കാൻ കിരിമോനെ, ആൻറ്റി തൂക്കട്ടെ അവിടെ. അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്നാണ് ഇവിടെ എന്തെങ്ങാണ്ടൊക്കെ സൗണ്ട് കേൾക്കുന്നു. അപ്പം വന്ന് നോക്കിയുണ്ടേ അവൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കൂടെ തറയിട്ടിട്ട് അപ്പനും മോനൂടെ അപ്പനെ വീഡിയോ എടുക്കുന്നത് ചെയ്യാനുള്ള പരിപാടിയാണ്. പിന്നെ ഞാൻ വന്ന് നിന്ന് വീഡിയോ എടുത്ത്. ഹലോ, എല്ലാവർക്കും മിജിസ് കിച്ചണിലേക്ക് സ്വാഗതം. एक साइड में करना അല്ല ഇങ്ങനെ ഹലോ, എല്ലാവർക്കും മിജിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ പോൾ. ഇന്ന് ഞാൻ പപ്പ ഡിമാർട്ടിൽ പോയിട്ട്
ഒത്തിരി സാധനമൊക്കെ വാങ്ങിച്ചു. അത് നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ എല്ലാം വെച്ചു. सामान पूरा नहीं दिखता। पूरा नहीं दिखना, पूरा नहीं दिखना, पूरा नहीं दिखना। ഇന്ന് ഞങ്ങൾ ഒപ്പം ഞാൻ ഡിമാർട്ടിൽ പോയിട്ട് സാധനമൊക്കെ വാങ്ങിച്ചു, ഒത്തിരി സാധനമൊക്കെ വാങ്ങിച്ചു. പിന്നെ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഞാൻ ഇപ്പം വീഡിയോ എടുക്കുക. ആദ്യം ഞങ്ങൾ മാഗി ബോക്സൊക്കെ വെച്ചിട്ട് തുടങ്ങാം. മാഗി ഞങ്ങളുടെ ഓരോ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. അതുകൊണ്ട് ഒത്തിരി ഞങ്ങൾ വാങ്ങിക്കും ഓരോ സമയത്ത്. ഇതാ മമ്മി വന്നിട്ടുണ്ട്. നിന്റെ സൗണ്ട് കേട്ട് കാണത്തില്ലായിരിക്കും. പിന്നെ മാഗി അത് അവിടെ നിൽക്കട്ടെ. ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കുന്ന സാധനമൊക്കെ ഞങ്ങൾ ഒരു ചില്ലി ഗാർലിക് പൊട്ടറ്റോ ഷോട്ട്സ് 55 പീസസ്, ഒരു മിൽക്കി മിസ്റ്റ് ചീസ് സ്ലൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ആദ്യം ഫ്രിഡ്ജിനകത്ത് വെക്കാം. ഫ്രിഡ്ജിനകത്ത് ഒത്തിരി മീനൊക്കെ ഇരിപ്പുണ്ട്, അത് നിങ്ങൾ ശ്രമിക്കണം. ഇതിനകത്ത് സ്ഥലമുണ്ട്. ഞങ്ങൾ ഇത് മാഗി വെക്കാൻ കണ്ടിന്യൂ ചെയ്യാം. ഇത് എനിക്ക് എന്തോ പറയുന്നേ, റാമൻ കഴിക്കാൻ, ഇൻസ്റ്റന്റ് റാമൻ കഴിക്കാൻ ഒത്തിരി കൊതിയായിരുന്നു. ഇത് ഞാൻ ആദ്യം എന്തോ പറഞ്ഞേ, ആദ്യമായിട്ട് വാങ്ങിച്ച ഇത് രണ്ടും, ഈ 3 എണ്ണം. അത് ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയത് കഴിക്കാൻ. ഇവനെ കൊണ്ടുപോയാൽ എനിക്കറിയായിരുന്നു ഇങ്ങനെ വേണ്ടാത്ത പാൽത്തുകിരിയുടെ എടുത്തോണ്ട് 3 വെറൈറ്റിയാ. രണ്ടും രണ്ട് അയച്ച് വാങ്ങിച്ചായിരുന്നു. ഇങ്ങനെയുള്ള പാൽത്തുകിരിയുടെ ഉള്ളു. എത്ര രൂപയാടാ? 5000 രൂപ. 5000 അല്ല, പിന്നെ 4300 के आसपास. പിന്നെ ഇത് കാലിന്റെ എന്തോ പറയണേ, വെടിച്ച് കീറുന്നത് ഉരയ്ക്കാൻ. പീസ് നാട്ടിൽ കല്ലേലിട്ട് ഉരയ്ക്കാം. കള്ളുമുണ്ട്, കാലസ് രാഷ്പുണ്ട്, ബഫിംഗ് എമേരി ഫയൽ. അത് ആർക്കറിയാം എന്തുവാ, അതും യൂസ് ചെയ്യണം. പിന്നെ ഇവിടുത്തെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തോ പറയുന്നേ, അത് കണ്ടിക്കുമ്പോ ഇച്ചിരി ഗ്യാപ്പ് ഉണ്ട്. മമ്മിയുടെ അത് ഗ്യാപ്പ് എന്തോ മീൻ വെട്ടിയതാ ഒരു ദിവസം, അത് വളഞ്ഞു പോയി. അതുകൊണ്ട് അതിനകത്ത് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് നല്ലതായിട്ട് എന്റെ ഞാൻ എന്തോ വെജിറ്റബിൾ ഒക്കെ വെജിറ്റബിൾ ഒക്കെ എന്ന് പറയാൻ നീ എന്തോ കണ്ടിച്ച്? എപ്പം വെജിറ്റബിൾ കണ്ടിച്ച്? ഒരു ദിവസം മാഗി കണ്ടിടാൻ ഒരു ക്യാപ്സിക്കം കണ്ടിച്ച്. അത് എന്തെങ്കിലും ആവട്ടെ, അതിനു വേണ്ടി ഒത്തിരി ചൂടെടുക്കും. ഇവിടെ ഫാൻ ഓഫ് ആക്കിയുണ്ട്. 3 പീസ് ഉണ്ട്. ഒന്ന് ചെറുത്, മീഡിയം, ലാർജ്. നല്ലതാണോന്ന് ആർക്കറിയാം? നല്ലതാ, ഞാൻ പറയുക. ആവശ്യമില്ല സാധനമൊന്നും വന്നില്ല. മാഡമിന്റെ ഒരു കംപ്ലൈന്റ്. പിന്നെ ഇത് എന്തുവാ, ഫിൽ ചോക്കോ റാഗി, ടാറ്റയുടെ റാഗി. ഒത്തിരി നല്ലതാ, ടേസ്റ്റിയാ, ഇത്ര ഹെൽത്തിയുമാണ്. റാഗി ഉണ്ട് ഇതിനകത്ത്, റാഗി. പിന്നെ പെർഫ്യൂം, നല്ലത് ഫോഗ് പെർഫ്യൂം. അടിച്ച് നശിപ്പിക്കാതെ ഇപ്പം. ആഹാ. പിന്നെ കോഫി, അത് റീഫിൽ പാക്കറ്റ് ഇല്ലായിരുന്നോ? റീഫിൽ പാക്കറ്റ് ഇല്ലായിരുന്നോ? ഇത് ബെറ്ററാ, കിട്ടില്ലോ. ബോട്ടിൽ ഇത്രയും വേണ്ട. ഇത് എന്റെ ഫേവറേറ്റ് കോഫി. ഇങ്ങോട്ട് മാറ്റി വെക്ക്, ബോട്ടിലല്ലേ ക്ലാസ്. പിന്നെ ഞങ്ങൾ ഇത് 2 വാങ്ങിച്ചായിരുന്നു. പക്ഷേ ഇത് ഒരു ട്രൈ ചെയ്യാൻ വേണ്ടി ഒരെണ്ണം മാറ്റിട്ട് ഇത് ഇട്ടു. ഇത് നല്ല ഇതിന്റെ ഡബിൾ ആയി ഇത്. അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ. ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തില്ല. ടേസ്റ്റ് ചെയ്തായിരിക്കുമ്പം എനിക്കറിയത്തില്ല.
ഞാൻ ചായ അത്ര ചായ കുടിക്കുന്ന എവിടാ? നീ ചായ കുടിക്കുന്ന എവിടാ? അത് പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും ചായ കുടിക്കത്തില്ല. അത്രയും കുടിക്കത്തില്ലെന്നല്ല പറയണ്ട, ഞാൻ കുടിക്കത്തില്ലെന്നാണ്. ഞാൻ കുടിക്കും. പിന്നെ ആൽമണ്ട് ഹെയർ ഓയിൽ എനിക്ക് വേണം. ഇതിന്റെ സംഭവം പറയാം. ഇത് ഞാൻ പപ്പാക്ക് പറഞ്ഞാണ്. പപ്പ ഞാൻ വാങ്ങിക്കട്ടെ ഇത്. പപ്പ നോക്കുവായിരുന്നു, പപ്പ പറഞ്ഞു നീ അവിടെ വെക്ക്. ഞാൻ വിചാരിച്ചു വേറെ സാധനം നോക്കുവായിരുന്നു. ഇതിന്റെ സ്മെൽ ആൽമണ്ട് ഓയിലിന്റെ സ്മെൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് പപ്പ പറഞ്ഞു പപ്പ പറഞ്ഞു അവിടെ വെക്ക്. ഞാൻ വിചാരിച്ചു ബാഗിനകത്ത് വെക്ക്. അതുകൊണ്ട് ഞാൻ ബാഗിനകത്ത് വെച്ചു. പിന്നെ ഞങ്ങൾ വെളിയിൽ വന്ന് പിന്നെ ഇവിടെ വന്നിട്ട് പപ്പ ബിൽ ചെക്ക് ചെയ്തു. ഇവിടെ വന്നിട്ട് പപ്പക്ക് അറിഞ്ഞു ഇതും ഞാൻ വാങ്ങിച്ചായിരുന്നു. പിന്നെ അത് എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയി. സംഭവം എന്തോന്നോ, ഇവൻ ഇത് വാങ്ങിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം മണം ഇല്ലാത്തോണ്ട് റേച്ചാൻ വേറെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ റേച്ചാൻ പറഞ്ഞ് അവിടെ വെക്കെന്ന്. അപ്പൊ ഇവൻ ചിന്തിച്ച് ട്രോളിക്കകത്ത് ഇടുന്നാ പറഞ്ഞേന്ന്. പപ്പ പറഞ്ഞത് അവിടെ തന്നെ തിരിച്ചു വെച്ചേരെ, അത് നല്ലതല്ലെന്ന്. പക്ഷെ അവിടെ വെച്ചാൽ ചെക്ക് ചെയ്യണം. ഇപ്പൊ ഒത്തിരി ഞങ്ങൾ ലൈറ്റ് ബൾബും വാങ്ങിച്ചായിരുന്നു. അത് അവിടെ ചെക്ക് ചെയ്യാനൊക്കുമായിരുന്നു. അതല്ല, ബില്ല് അവിടെ തന്നെ കറക്റ്റ് ചെയ്യണം. ഒത്തിരിയും പേര് ഇങ്ങനെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് കൂടുതൽ അടിക്കുമെന്ന്. അവിടെ ചെക്ക് ചെയ്യാനൊക്കെ സംഭവമുണ്ട്. ഇത് ഓയിൽ സ്പൈഡർമാൻ. പിന്നെ ഇത് ഷേവിംഗ് സെറ്റ്, ഷേവിംഗ് ക്രീം, ചാർക്കോൾ, 3-in-1 ഫിനോയിൽ, ബർത്തൻ എന്തോ പാത്രം കഴുകാൻ, സിങ്ക് എല്ലാം കഴുകാൻ, ഫ്ലോർ. പിന്നെ ഇത് വാങ്ങിച്ചായിരുന്നു കംഫർട്ട്. മമ്മി ഇതിന്റെ പോലെ പിങ്ക് ഫ്ലേവർ ഉണ്ടായിരുന്നു. അത് വേറെ ഫ്ലേവർ മമ്മിക്ക് വേണം. പക്ഷെ ഇതെല്ലാം തോന്നുമാണ് ഇത് ഇല്ലൊക്കെ ഹാൻഡ് വാഷാ. ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് വേണമായിരുന്നു. ഇത് ഹാൻഡ് വാഷിന്റെ മണം, അന്നത്തെ ബോട്ടിലിന്റെ മണം അല്ല ഇത്. सेम है तो बोल यही बॉटल का रिप्लेसमेंट है, वही है, सेम फ्लेवर है. മാറുപ്രൈസൻ പോയി നീ കഴിക്കെടുത്ത്. പിന്നെ ഞങ്ങൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും വാങ്ങിച്ചു. പോയി കഴിക്ക്. 2 റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ. ഇത് മമ്മിക്ക ഇടയ്ക്ക് യൂസ് ചെയ്യാനാ. വെളിച്ചെണ്ണ ജേക്കബ് പറഞ്ഞ റിച്ച 2 പാരച്ചൂട്ട് കൊണ്ടുവരാം. മമ്മി ഇത് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ജാവിത്രി എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇന്ന് ഞാൻ കണ്ടു ഇത്. പിന്നെ മമ്മിക്ക് ഇത് വേണ്ടായിരുന്നു, കാർഡമം. മമ്മിക്ക് ബ്ലാക്ക് കാർഡമം വേണ്ടായിരുന്നു. അവിടെ കിട്ടില്ല. 20 ഗ്രാം 147 രൂപ. അവിടെ കിട്ടില്ല, അതുകൊണ്ട് ഇത് വാങ്ങിച്ചു. എന്തുവാടാ? കാർഡമം. ഞാൻ ഇതല്ല പറഞ്ഞത്, ഞാൻ വലിയ ഏലക്കയാ പറഞ്ഞേ. 20 ഗ്രാം 132 രൂപ. Last 3 items. ഇത് ബനാന ചിപ്സ്. അത് കാണിച്ചു. ഇത് പ്രേസന്റെ ഫേവറേറ്റ്. ഇത് പപ്പ 2 എണ്ണം ഓഫീസിൽ കൊണ്ടുപോകും. ഇച്ചിരി ബ്രേക്ക് സമയത്ത് പപ്പ അവിടെ ഇരുന്ന് കഴിക്കും. പിന്നെ 2 എണ്ണം ഇവിടേക്ക് വേണ്ടി ചപ്പാത്തി, ഇവിടുത്തെ വേണ്ടി. പിന്നെ ഒരു സെൻസോഡൈൻ, പെപ്സോഡൈൻ ടൂത്ത്പേസ്റ്റ്, ഒരു ടൈഡ്. തീർന്നു. ഇത്രയും സാമാൻ നിങ്ങൾ വാങ്ങിച്ചാറുണ്ട്. ഇഷ്ടപ്പെട്ടില്ലയോടാ? ബീട്രൂട്ടും കോവയ്ക്കും ഇട്ടുള്ള മെഴുക്കുവരട്ടിയാണ്. അവന് എപ്പോഴും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി കൊടുക്കാമോ അവന് സമാധാനമാവും. ബ്രേക്ക് ടൈം എത്ര നേരം ഉണ്ട്? 3 घंटा नहीं, 15 मिनट बस. 3 बजे तक. നീ സ്കൂളിൽ ഇങ്ങനെ കഴിച്ചിട്ട് നിങ്ങൾ എന്തോ കൊടുക്കും സമയം, ബാക്കി സമയം? ഇവൻ ചുമ്മാ അവിടെ ഇരിക്കും. അല്ല, ഇവനിപ്പോ മസ്തിത്തരം ഉണ്ടടാ. എന്തോ ചെയ്യും നിങ്ങള്? സംസാരിക്കുവോ? അടി കൂടുവോ? കളിക്കുവോ? ഓടി കളിക്കുവോ? അന്നേരം ക്ലാസ്സിൽ ഇരുന്ന് കളിക്കും, അങ്ങനെ ഓടത്തൊന്നുമില്ല. അന്നേരമാണോ ഈ കാർട്ടൂണിന്റെ ഒക്കെ കാര്യം പറയുന്നത്, ചാനലിന്റെ ഒക്കെ കാര്യം? ആരടുത്താ നീ സംസാരിക്കുന്നേ? നിന്റെ കൂട്ടുകാരനാരാ? കൂട്ടുകാരനോ കൂട്ടുകാരിയോ? കൂട്ടുകാരിയുണ്ടോ? കൂട്ടുകാരി. 2 കൂട്ടുകാരികളാണോ?
ലड़कियों ഭീഷണി കിട്ടാതെ. നിന്റെ അപ്പുറം ഇപ്പുറം ആരാ ഇരിക്കുന്നത്? ഒരു പെണ്ണ് 2 പെണ്ണ്. ലടുക്കിയാണോ? अच्छा ऐसा बोलना 2 बोलेगा तो दोनों लड़की लगेगा. സോപ്പ് വാങ്ങിച്ചായിരുന്നു, അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. മമ്മി ചോദിച്ചു നിങ്ങൾ സോപ്പ് വാങ്ങിച്ചില്ലേ? ആ സമയത്ത് ഞാൻ സോപ്പ് വാങ്ങിച്ചു. इधर लिखा है. अच्छा हाँ 4 5 ओके. എനിക്ക് വേണ്ടി സോപ്പ് ഞാൻ എൻ്റെ കയ്യിൽ ഇരിക്കുക. പിയർ സോപ്പ് എൻ്റെ ഫേവറേറ്റ് സോപ്പാ. ചെറുപ്പം തൊട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടം. ചെറുപ്പം തൊട്ട് അവൻ സ്നേഹിക്കുക പിയർ സോപ്പിനെ. നല്ല മണമായതുണ്ട്. അത് ഒത്തിരി ബൈ ബൈ. ലിപ്സ്റ്റിക് അടി കിട്ടുവേ. പ്രൈസ് ഇന്നലെ രാത്രി എന്നോട് പറയാമായിരുന്നു, മമ്മി ലിപ്സ്റ്റിക്ക് വെക്കാത്ത എന്താന്ന്. അതാ ഇപ്പോൾ ഫോൺ എന്നെ കളിയാക്കിയത്. അപ്പം മീൻതോരം പറ്റിയതൊന്നും കാണിക്കാൻ പറ്റിയില്ല, രാത്രിയിലാണ് ഞാനത് എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയണേ, ലൈക്ക് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരേ. എന്നിട്ട് ആ ബെല്ലൈക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.